മൊബൈൽ സംസ്കാരങ്ങളിലൂടെ പാട്ട് ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോ, ആ മ്യൂസിക് ഹറാമാണ്, ഫോട്ടോ ഹറാമാണ്, ഇസ്ലാം അത് പഠിപ്പിച്ചപ്പോ ഇത് ഒരു നല്ല രൂപത്തിലാക്കി കൊണ്ടുവന്നാൽ ഈ സമുദായം അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാ മൊബൈലിന്റെ ഉള്ളിൽ ഇത് മുഴുവനും അവൻ ആഡ് ചെയ്തില്ലേ. ഇന്ന് മിഹ്റാബിന്റെ മിമ്പറിന്റെ അരികിൽ നിന്നിട്ടല്ലേ ഉസ്താദും മോദീനും കൂടി സെൽഫി എടുക്കുന്നത്. ഇത് ഹറാമാണ്, പള്ളിക്കകത്ത് കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഞാനടക്കമുള്ള ഉസ്താദുമാര് 4-3 വീഡിയോയുടെ മുന്നിലിരുന്നാണ് പ്രഭാഷണം. മറ്റവന്റെ ബുദ്ധി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. റാഹത്തായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മ്യൂസിക് ഹറാമാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം കേൾക്കൂല. അതുകൊണ്ട് മൊബൈലിനകത്ത് അവൻ മ്യൂസിക് ചേർത്തുകൊട്. അവൻ പോക്കറ്റ് ഇട്ട് അവൻ നിസ്കരിച്ച് 3-ാമത്തെ റക്അത്താവുമ്പോ പലാപ്പള്ളി തിരുപ്പള്ളി പലാപ്പള്ളി തിരുപ്പള്ളി റാഹത്തായിട്ട് അവന്റെ നിസ്കാരവും ഖറാബാവും, പള്ളിയും വന്നവരും ഖറാബാവും. അവന്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഐഡിയ സൂപ്പർ അല്ല? ഐഡിയ ശരിയല്ല? പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ അബീവേ? ശരിയല്ലേ? നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ എത്ര പേരാ? കരുനാഗപ്പള്ളി എന്നോ തെക്കേ പള്ളി എന്നോ ഷേഖ് പള്ളി എന്നോ അല്ല, പലാപ്പള്ളി തിരുപ്പള്ളി. അങ്ങനെ ഇവൻ കിടന്ന് നിക്കാൻ വേണ്ടി പാടുപെടും. സാമാനം ഇല്ല, മറ്റേതില്ലയോ? എവിടെ കുത്തണം അറിഞ്ഞൂടാ, മറ്റേന്ന് കിളിക്കുന്നവർ നെക്കിയാൽ മതി. ഇപ്പൊ ഇത് ഇങ്ങനെ തോണ്ടി അങ്ങനെ തോണ്ടി എവിടെ കൊണ്ട് അള്ളാഹു അപ്പുറത്തേക്ക് മൊത്തം പാട്ടും തീർന്നെല്ലാം തീർന്ന് സലാം വീട്ടുന്നതിന് മുമ്പേ ആദ്യം ഇറങ്ങിയിട്ട് പോകൂ, അല്ലെങ്കിൽ ഇവനെ പൊക്കി നാട്ടുകാർ ഹൗദി എറിയും. ഇവിടെ നിന്നാ എവിടെ ആള് ഹിജ്റ 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 ആള് ഹിജ്റ പോയി കഴിച്ചില്ല, അവനെ കിട്ടി. സംഭവം ശരിയല്ലേ? ഞാൻ പറഞ്ഞതെന്ന് വെറുതെ അല്ല, ശരിയല്ലേ അബീബേ? പള്ളിയിൽ അങ്ങനല്ലേ? ഈ സാമാനം ഒതുവെടുക്കാൻ മറക്കത്തില്ല, മൂത്രമൊഴിക്കാൻ മറക്കൂല, കൈ കെട്ടാൻ മറക്കില്ല. ഒരു റക്അത്തും തീർന്നു പോയാ ഇമാമിനെങ്ങാനും ഒന്ന് മറന്നുപോയാൽ പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ് പറയാൻ മറക്കൂല. മൊബൈൽ ഓഫാക്കാൻ ഇവൻ മറക്കുന്നു. ഇതിനൊന്നും അവന് മറക്കൂല, മൊബൈൽ ഓഫാക്കാൻ മറക്കുന്നു. ശരിയല്ലേ? ഒരു കാലഘട്ടം വരും നിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന ആയുധവുമായിട്ടാണ് നീ നടക്കുക എന്ന്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നിന്നോടൊപ്പം ചേർന്നിരിക്കുന്ന നിന്റെ കൈകളിൽ കൊണ്ട് നടക്കുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം, നിന്റെ രഹസ്യം വിളിച്ചു പറയുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. എത്ര കുടുംബത്തെ നശിപ്പിച്ച സാമാനമായത്, എത്ര പെണ്ണിനെ തമ്മിലടിപ്പിച്ച സാമാനമായത്, എത്ര മക്കൾ ഒളിച്ചോടി പോകാൻ കാരണക്കാരനല്ലയോ ഈ ശൈത്താനെ നീ? 3 മക്കളുള്ള പെണ്ണ് എന്റെ ഭാര്യയെ മറ്റൊരുത്തന്റെ കൂടെ കൊണ്ടുപോയത് നീ തന്നെയല്ലേ? എന്റെ ഇക്കായ അവളിൽ നിന്ന് അടിച്ചു മാറ്റിച്ചത് നീ തന്നെയല്ലേ? എന്താ അല്ലേ? എന്താ ചിരിക്കുന്ന സംഭവം അല്ലേപ്പാ? അല്ലേ? ആ, എന്തെല്ലാം പിത്തിനാട അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർറിൽ ജവ്വാൽ. എന്തെല്ലാം വിത്തിനകളാ പടച്ചവനെ ഈ സാമാനത്തിലൂടെ. ഈ 3 വർഷം കൊണ്ട് ഓൺലൈനാക്കി ജൂതന്മാരുടെ കളി എങ്ങനെയുണ്ട്? കൊച്ചു കുഞ്ഞ് 10 വയസ്സായ കുഞ്ഞ് സുബ്ഹാനല്ലാഹ്, ഈ കഴിഞ്ഞ വർഷം ഒരു 4-5 മാസത്തിന് മുമ്പ് കണ്ണൂര് വെച്ച് 10 വയസ്സായ ഒരു മോള്, പടച്ചവനെ വാത്സല്യത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ല, 10 വയസ്സായ മോള് 16 കാരനുമൊത്ത് ഒളിച്ചോടി കണ്ണൂരിൽ ഒരു തിയേറ്ററിൽ പോയി ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടപ്പോ മൊബൈൽ ലൊക്കേഷൻ നോക്കിയിട്ട് പോലീസ് വന്നവരെ പിടിച്ചപ്പോ 10 വയസ്സായ മോള് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ചേട്ടൻ മതി. 10 വയസ്സ് കണ്ടോ? 10 വയസ്സ്. കാരണം ഈ പുന്നാര ഷെയ്ഖുന ജവാലാണ് കേട്ടോ.
വയസ്സായ മോള്. ഈ അടുത്ത സമയത്ത് ഞാനൊരു കൗൺസിലറെ കണ്ടു. കാസർഗോഡുള്ള കൗൺസിലർ ബഷീർ എടാട്ടിൽ എന്നാണ് അയാളുടെ പേര്. കാരണം ഞാൻ ഇനി തള്ളുകയാണെന്ന് നിങ്ങൾ അറിയാതിരിക്കാൻ ആ പേര് പറഞ്ഞ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയും പുട്ടൂറ്റിയാന്ന്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല അബീബേ. പയ്യന്നൂരുള്ള ഒരു കൗൺസിലറാണ് ബഷീർ എടാട്ടിൽ. അദ്ദേഹം ദുബായിൽ പോകുന്നു. എന്നോട് പറഞ്ഞു എന്തേ സംഭവം. ഞാൻ ചോദിച്ചു എന്താ. 3 വയസ്സായ ഒരു കുട്ടി സെക്സിന് അടിമയാ. നിങ്ങൾ വിശ്വസിക്കോ? 3 വയസ്സായ ഒരു കുട്ടി വാപ്പ മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് മെല്ലെ മെല്ലെ എടുത്തിട്ട് ഈ കുട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസിക വിഭ്രാന്തിയിലായി അവളെ ഒന്ന് കൗൺസിൽ ചെയ്ത് മാറ്റാൻ വേണ്ടി പോവുകയും വരികയും ചെയ്യാണ്. 3 വയസ്സ്. നിങ്ങൾ വിശ്വസിക്കോ? ഫോൺ നമ്പർ ആരെ വിളിച്ചു ചോദിച്ചു. അയാൾ പറഞ്ഞതാ. അയാൾ പറഞ്ഞ സത്യമാണോ കള്ളാന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു. ലൈവാണല്ലോ, അയാളും കേൾക്കുന്നുണ്ട്. വാത് ഞാൻ വെറുതെ പറയല്ല അബീവേ. നബി തങ്ങൾ പറഞ്ഞതാണ്, ഇത് ഒരു ദിവസം നിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ. അല്ലേ? എത്ര രഹസ്യമായത്. രഹസ്യമായിട്ട് ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മളങ്ങ് പോകും. തിരിച്ചു വരുമ്പോൾ എടുത്ത് നോക്കിയാൽ അവിടെ വീട്ടിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും. ഇവിടോ ദുബായിലിരുന്ന് നോക്കും. ഇവളുടെ വീട്ടിൽ ആരും മതിൽ ചാടുന്നു, എവിടെ വരുന്നു, എവിടെ പോകുന്നു, മുഴുവൻ ദുബായിലിരുന്ന് ഇപ്പൊ കാണാം. അതുവരെ അള്ളാഹു താല ദുനിയാവിൽ കൊണ്ടുവന്നു ഈ സാധനം. അങ്ങനെ ഒരു സാധനം, നമ്മുടെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. എബ്രഹാം ഗ്രഹാം ബെൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത് കണ്ടുപിടിച്ചത്. പാപം ചങ്ങാതി. ആ ചങ്ങാതി ഇത് കണ്ടുപിടിച്ച എന്തിനാ? തന്റെ ഭാര്യയോട് സംസാരിക്കാനാണ്. ഭാര്യ പൊട്ടിയായിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ല. അമ്മയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അമ്മ സംസാരിക്കാൻ കഴിയാത്തവരായിരുന്നു. ഇത് കണ്ടുപിടിച്ച വ്യക്തിക്ക് ഈ 2 പേർക്കോടും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്കാണ് ഇത് കൊണ്ട് ഗുണമുണ്ടായത്. അതുകൊണ്ട് വല്ലാത്ത സംസാരമായത് സംസാരിച്ചത്. മണിക്കൂറുകളോളം ഇത് സംസാരിച്ച് ഭാര്യയ്ക്ക് നമ്മൾ അത്യാവശ്യം വിളിക്കാൻ നിന്ന ഒരു രക്ഷയില്ല മോനെ. ഇതിന്റെ IC അടിച്ചു പോകാതെ അവള് താഴെ വെക്കുള്ള സാധനം. എപ്പോ നോക്കിയാൽ ഇതിങ്ങനെ തന്നെ, ഇതിങ്ങനെ വെച്ചിരിക്കാൻ. എന്തെല്ലാം രോഗങ്ങളായി, എന്തെല്ലാം പ്രശ്നങ്ങളായി. 4 മൊബൈൽ നമ്മുടെ വീട്ടിലുണ്ട്. ആവശ്യത്തിന് വിളിച്ചാൽ ഒരു മൊബൈൽ കിട്ടുമോ? ഒരാവശ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് വിളിച്ചോക്കെ കിട്ടൂല. സംഭവം 4 എണ്ണം കാണും. അത് വെച്ചിട്ട് പറയും ഞാൻ അവിടെ തുണി അവിടെ പോയി, ഞാൻ അവിടെ പോയി, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി, അവിടെ എന്തൊരു സൗണ്ട് കേട്ട്. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം എന്താ? മൊബൈലിന്റെ അർത്ഥം എന്താ? മൊബൈൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങോട്ട് വേണമെങ്കിലും പൊക്കിക്കൊണ്ട് പോകാന്നുള്ളതാണ്. മൊബൈൽ ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നിങ്ങളുടെ രക്തം എടുത്ത് പരിശോധിക്കുന്നതാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ, മൊബൈൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് വന്ന് വണ്ടി പണിഞ്ഞു തരും. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സാധനമാണ്. അല്ല ഇവിടെ വെച്ചിട്ട് അവിടെ കഴുകാൻ പോലല്ല. കഴുകുമ്പോൾ അവിടെ കൊണ്ടൊരു സഞ്ചി ഉണ്ടെങ്കിൽ ആ സഞ്ചിക്കകത്ത് തൂക്കിയിടണം. ഇക്ക വരുമ്പോൾ ലൈവായി കാണിച്ചു കൊടുക്കണം. കണ്ടാ നിങ്ങളുടെ ഇത് കഴുകിക്കൊണ്ടിരിക്കുക, കണ്ടാ കാണിച്ചു കൊടുക്കണം. ഇതിനാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇതാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായ? ഇതിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ജൂതന്മാരെ കളിയാ. ഇപ്പൊ നമ്മുടെ വീട്ടിനകത്തെത്തി ഫോട്ടോ ആയി. ആരുടെ ഫോട്ടോ എടുക്കുന്നു? ഇപ്പൊ ഉസ്താദ്മാർക്ക് പറയാൻ പറ്റുമോ ഇത് ഹറാമാന്ന്? പറയാൻ പറ്റൂല. അങ്ങനെ ദീൻ അങ്ങനെ എത്തി, ദീനാവസ്ഥയിലേക്ക് എത്തി. പള്ളിക്കകത്ത് ഇപ്പോ ക്യാമറ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പണ്ട് പള്ളി കമ്മിറ്റിക്കാർ അടിയിൽ എഴുതി വെക്കും, ഇവിടെ ഫോട്ടോ വീഡിയോ ഒന്നും പാടില്ല എന്ന് എഴുതി വെക്കും. അപ്പൊ അത് വെട്ടിക്കളഞ്ഞു. അതിന്റെ മോളി വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് എന്തെങ്കിലും സഹകരണങ്ങൾ നൽകി ഞങ്ങളുടെ ജമാഅത്തിനെ സഹായിക്കണം. ഒരു സ്റ്റിക്കർ, മെല്ലെ സ്റ്റിക്കർ പരിശോധിച്ച് നോക്കിയ വീഡിയോ ക്യാമറ പള്ളിക്കകത്ത് വിരോധിച്ചിരിക്കുന്നു. പരിശോധിച്ച് നോക്കിട്ടാ സ്റ്റിക്കർ പൊട്ടിച്ചു നോക്കുകള്. ആ അവസ്ഥയിലേക്ക് എത്തി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവ് അങ്ങനെയാണ് സുഹൃത്തുക്കൾ. ഒരുപാട് പറയാനുണ്ട്. എന്തായാലും നമ്മുടെ മക്കള് അൽ ഫലാഹ് അത് വിജയിപ്പിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കട്ടെ. അവർ വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു സംവിധാനമൊക്കെ ഒരുക്കി. മുസ്ലിം ഭൂരിപക്ഷ നാടാണല്ലോ, കീപ്പ് ചെയ്യാൻ വരുന്നതല്ലോ, ആളെല്ലാം കൂടുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ലോകത്തിലല്ലാത്ത കസേര മൊത്തം ഇവിടെ കൊണ്ടുവന്ന് അവന്മാർ ഫിറ്റ് ചെയ്ത്, എന്തായാലും അതുകൊണ്ട് അവർക്ക് ജിന്നുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് വെച്ച് അൽഹംദുലില്ലാഹ് ഇത്രയും ഒരു ത്യാഗം സഹിച്ചു. എന്തായാലും വന്നവർ ഇത്രയും പേര് നിങ്ങൾ ഇരുന്ന് തന്നെ വലിയ അത്ഭുതം. അള്ളാഹു നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം അള്ളാഹു അർശിന്റെ തണൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അർശിന്റെ തണൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരങ്ങൾ
പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ഒരു മഹനീയമായ ഒരു മജ്ലിസാണിത്. നമ്മൾ അല്ലാഹു തആല, ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ദുനിയാവിന് വേണ്ടിയല്ല, ഈ ചോദിക്കുന്നതും ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ചെറിയ തുക അത് ഒരിക്കലും ഇവര് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കൂടെ? അത് ആ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു പാവപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കുക ഇന്ന് ഒരുപാട് വിധവകളുടെ ആധിക്യമാണ്. ഈ വിധവകളെ കല്യാണം കഴിപ്പിക്കുന്ന സിസ്റ്റം കൂടെ തുടങ്ങണം. ചെറുപ്പക്കാരി പെണ്ണുങ്ങളൊക്കെ വിധവകളായി. ആരാണ് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ? ആരുമില്ല. തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. അപ്പൊ അതുകൊണ്ട് അവരെ മറ്റൊരു ജീവിതത്തിലെ, വൈവാഹിക ജീവിതത്തിലേക്ക് അവർക്ക് കാലെടുത്ത് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം, ജീവിക്കാനുള്ളൊരു വഴി നമ്മൾ കണ്ടെത്തണം. അതിന് നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നല്ലവരായ നിങ്ങൾ, സഹോദരി സഹോദരങ്ങളടക്കം നല്ലവരായ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് ഖൈർ പിടിച്ചു നിർത്തുന്നത്, അല്ലാഹ് നിലനിർത്തുന്നത്. എന്റെ ജമാഅത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതി മരണപ്പെട്ടു. 25 വയസ്സ്, ദുബായിൽ കിടന്ന് മരിച്ചു. ഈ മാസം 25-ാം തീയതി കല്യാണം ഫിക്സ് ചെയ്തതാണ്. രാത്രി എല്ലാവരുമായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്നു. രാത്രി കിടന്നു, നേരം വെളുത്തു മരിച്ചു കിടക്കും. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്താ അവസ്ഥ ദുനിയാവിൽ? കഴിഞ്ഞ മാസം ഒരു കല്യാണം നടന്നു. സംസാരിക്കാത്തവരാ, പൊട്ടനും ഈ മൂകകള് ബദിരകള് അവരുടെ കല്യാണമാണ്. അപ്പം ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് അങ്ങനെ ആ രീതിയിലാണല്ലോ. അപ്പൊ അങ്ങനെ പോരുവഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് കല്യാണം നടത്തി. പോരുവഴിയിലാണ് ആ ചെറുക്കന്റെ വീട്. രാവിലെ ആയപ്പോ എഴുന്നേക്കുന്നില്ല. ആദ്യ രാത്രിയാണ്. രാവിലെ ആകുമ്പോൾ എഴുന്നേക്കുന്നില്ല. പോരുവഴി തന്നെ തൊട്ടടുത്താണല്ലോ. പറഞ്ഞ പോലെ ഞാൻ മലപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ ആയിപ്പോയി. പോരുവഴിയിൽ അപ്പൊ ചോദിച്ചാൽ മതി, ഹനഫി പള്ളിയെടുത്ത് പുട്ടുകുറ്റിയാന്ന് കരുതണ്ട. അതായി കറക്റ്റ് സ്ഥലം പറയുന്നത്. രാവിലെ വിളിക്കുന്നു ഭാര്യ, എഴുന്നേക്കുന്നില്ല. ആദ്യ രാത്രി. നമ്മൾ കണ്ടല്ലേ, നാളെ കല്യാണം, ഇന്ന് വൈകിട്ട് മൈലാഞ്ചി കല്യാണം, പൊന്നുമോള് മരണപ്പെട്ടു. കണ്ടില്ലേ? കർണാടകയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയ കഴിഞ്ഞ വർഷം 2022 ആദ്യ രാത്രിയിൽ പെണ്ണ് മരണപ്പെടുകയാണ്. ഹാഫിളത്തായ മോള്. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. മനുഷ്യന്റെ അവസ്ഥ ഇതാണ് സുഹൃത്തുക്കളെ. നമ്മൾ എപ്പോഴാണ് മരിക്കുക നമുക്കറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല. നമ്മൾ 1000-2000 രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കളവ് പറയുന്നത്. കാരണം കച്ചവടത്തിൽ നമ്മൾ ധാരാളം കളവ് പറഞ്ഞിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്. പച്ചമീനെന്നും പന്നമീനും കൊടുത്തിട്ട് പച്ചമീനെന്ന് പറയും, അഴുകിയ സാധനം കൂടെ നല്ലതെന്ന് പറയും, ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുത്ത് ഒറിജിനൽ എന്ന് പറയും. ഇതൊക്കെ ഒരു അന്നത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊക്കെ എത്ര വലിയ തെറ്റാണ് ആഖിറത്തിൽ, അതാരും ചിന്തിക്കുന്നില്ല. മൻ ഖശനാ ഫലൈസ മിന്നാ. കച്ചവടത്തിൽ നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല കേട്ടോ. മുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന ഹോട്ടലിൽ അവന്റെ ദാടിയും തൊപ്പിയും കണ്ടിട്ട് ഹലാലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി ഭക്ഷണം കഴിക്കും. അവന്റെ അടുക്കളയിൽ പോയി നോക്കിയാൽ പുഴുവരിച്ച ചിലപ്പോ മാംസങ്ങളും മത്സ്യങ്ങളുമായിരിക്കും കാണുക. ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ നിനക്ക് അനുവദനീയമല്ല കേട്ടോ. നീ നിന്റെ മക്കളെ തീറ്റിക്കുന്നത് പോലെയാ നിന്റെ കടയെ, നിന്റെ മുഖവും നിന്റെ തഴമ്പും നിന്റെ ദാടിയും നിന്റെ തലപ്പാവും നിന്റെ തൊപ്പിയും ഹലാൽ എന്ന ബോർഡും കണ്ടിട്ട് നിന്റെ കടയിലേക്ക് കയറി വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഹറാമായ ഭക്ഷണം നീ അവിടെ വിൽക്കാൻ പാടില്ല. എങ്കിൽ അല്ലാഹു ദുനിയാവിൽ നിന്നെ പരീക്ഷിക്കും, ആഖിറത്തിൽ നിന്നെ പിടികൂടും. നിന്റെ തൊപ്പിയും ദാടിക്കും അല്ലാഹു അപമാനമായിരിക്കും നാളെ നൽകുക. അതുകൊണ്ട് ഹലാലിന്റെ ബോർഡ് വെറുതെ പർച്ചേസിന് വേണ്ടി കസ്റ്റമറെ കിട്ടാൻ വേണ്ടി വെക്കല്ലേ. അത് ഹലാലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഹലാലായ ഭക്ഷണം തന്നെ വിളമ്പണേ. അല്ലാതെ 1000 രൂപയ്ക്ക് വേണ്ടി ഹറാമ്, ചത്ത കോഴിയുടെ മാംസം, ചത്ത കോഴിയെ ഒരു മുസ്ലിം പറഞ്ഞതാണ്. ഹഖൻ ഈ വാക്ക്, അത് പിന്നെ ഞാൻ പേരൊന്നും നാളൊന്നും പറയില്ല. നിങ്ങൾ തള്ളാന്ന് പറഞ്ഞോളൂ, എനിക്ക് വിഷയമല്ല. ഒരു മുസ്ലിം 5 വഖത്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിം, അദ്ദേഹത്തിന്റെ ഷവർമ കട, അദ്ദേഹത്തിന്റെ ഹോട്ടൽ. അപ്പൊ അദ്ദേഹത്തെ ലോഡ് വന്നപ്പോ കുറെ ചത്തു. അപ്പൊ ഒരു ഉസ്താദ് ചോദിച്ചു, അതെന്ത് ഷവർമയിൽ കയറിപ്പോ ഉസ്താദേ? അദ്ദേഹത്തിന്റെ വാക്കാണ്, ഒരു മുസ്ലിം നമസ്കരിക്കുന്ന അത് ഷവർമയിൽ കയറിപ്പോ ഉസ്താദേ. ആലോചിച്ചു എങ്ങനെ നമ്മൾ കഴിക്കും? കല്യാണ വീടുകളിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. കല്യാണ വീടുകളിൽ ഓർഡർ ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. ഇത് കറക്റ്റായിട്ട് ചത്തതാണോ ജീവിച്ചതാണോ ഇവ അറക്കുന്നതാണോ കൊല്ലുന്നതാണോ കട്ട് ചെയ്ത് എന്താണെന്ന് വല്ലോ നമ്മൾ അറിയുന്നുണ്ടോ?
ആരാ ഇതിന്റെ ബാധ്യത? ആരാ ഇതിന്റെ ബാധ്യത? ഈ കല്യാണം ഈ പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ ഈ ആണിന്റെ വാപ്പ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ആ കോഴിക്കടയിൽ നിർത്തണം. ഈ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഹറാമ് തീറ്റിക്കരുത്. അവരുടെ ഇബാദത്തിന് അതിൽ കോട്ടം തട്ടും. 1000 രൂപയ്ക്ക് വേണ്ടി എന്തിനു കള്ളം പറയണം, ഹറാമ് തിന്നണം? സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുത്ത ഒരു നിഅമത്ത് പോലെ മറ്റു ഒരു ജീവികൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു മനുഷ്യർക്കാണ് നൽകിയത്. ഏതെങ്കിലും ഒരു മൃഗം ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംസാരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല മനുഷ്യർക്കാണ് നൽകിയത്. ഏതെങ്കിലും ഒരു മൃഗം സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആദരിച്ചത് ഈ ബുദ്ധി കൊണ്ടാണ്. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുമ്പോ ഒരു സ്വഹാബിയ കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ബിഹുർമതി ഹാദിഹിൽ കഅബ ബിഹുർമതി ഹാദൽ ബൈത്ത് ലമാ ഗഫർത ലീ, ഈ പരിശുദ്ധമായ കഅബയുടെ ഹുർമത്ത് കൊണ്ട് നാഥാ എനിക്ക് നീ പുറത്തു തരണമേ അല്ലാഹ്. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, സഹോദരാ അങ്ങനെ പറയരുത് കേട്ടോ. ഈ കഅബയേക്കാൾ ഹുർമത്ത് നിന്റെ ശരീരത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ഹുർമത്ത് കൊണ്ട്, അല്ലാഹുവേ എന്റെ ശരീരത്തിന്റെ ഹുർമത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ ആ സ്വഹാബിയോട് കൽപ്പിക്കുകയാണ്. കഅബയുടെ ഹുർമത്തിനേക്കാൾ ആ കഅബയുടെ ഹുർമത്ത്, ആദരവ്, അതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകിയത് മനുഷ്യന്റെ ശരീരത്തിനാണ്. അപ്പൊ ഒരു മനുഷ്യൻ അവന്റെ ആദരവ്, അവന്റെ മഹത്വത്തെ അവൻ മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാഹു ആദരിച്ചത് ഏറ്റവും വലിയ കാര്യമല്ലേ? മലക്കുകളെക്കാൾ അല്ലാഹു മനുഷ്യനെ ആദരിച്ചു, മൃഗങ്ങളെക്കാൾ അല്ലാഹു മനുഷ്യനെ ആദരിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലഖദ് കറംനാ ബനി ആദം വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. സകലമാന വസ്തുക്കളെക്കാൾ അല്ലാഹ് ഞങ്ങളെ ശ്രേഷ്ഠരാക്കിയവൻ നീയാണ്. അതുകൊണ്ട് നിനക്കാണ് അഖില സ്തുതി അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഒരു രോഗിയെ നമ്മൾ കാണുമ്പോൾ, ഒരു രോഗിയുടെ അരികിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന് വേണ്ടി, ആ രോഗിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്തതിന് ശേഷം നമ്മൾ പറയണം, അല്ലാഹുവേ ഇദ്ദേഹത്തിനേക്കാൾ നീ എന്നെ ആദരിച്ചു, കാരണം ഈ ഒരു രോഗം നൽകാതെ എന്നെ നീ അനുഗ്രഹിച്ചു. ഇദ്ദേഹത്തിന് നൽകിയ ആ രോഗത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നതിനോടൊപ്പം ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യണമെന്നാണ്. അൽഹംദുലില്ലാഹില്ലദി അഫാനി മിമ്മാ ഇബ്തലാഹുല്ലാഹ് വഫളലനി ഖൈറൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഒരു ക്യാൻസർ രോഗിയുടെ അരികിൽ പോയാൽ നമ്മൾ അങ്ങനെ ദുആ ചെയ്യണം. അദ്ദേഹത്തിന് ദുആ ഇരുന്നിട്ട്, പടച്ചവനെ ഇദ്ദേഹത്തിന് കൊടുത്ത ഈ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു, അങ്ങനെ ഒരു രോഗം നീ എനിക്ക് നൽകരുതേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യണം. അങ്ങനെ സ്ഥിരമായി ദുആ ചെയ്യുന്നവർക്ക് ഈ പറയപ്പെടുന്ന നിലയിലുള്ള രോഗം അല്ലാഹു അവർക്ക് നൽകുകയില്ല എന്നാണ് കമാ ഖാല ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അങ്ങനെയാണ്. പക്ഷെ നമ്മളാരും അങ്ങനെ ചോദിക്കാറുമില്ല, നമ്മളാരും അങ്ങനെ ചെയ്യാറുമില്ല, നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ആ ഒരു വിപത്ത് നമുക്ക് സംഭവിക്കാതിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാരണങ്ങൾ നമുക്കതിൽ പഠിപ്പിച്ചിരുന്നുണ്ട്, പല കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ ചിലത് ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നു, സദഖ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് എപ്പോഴാണ്?
നമസ്കാരം കഴിയുമ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ട് നല്ല നല്ല അമലുകൾ ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. കാരണം ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ആ സമയത്താണ്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നത് ആ സമയത്തായതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ചോദിക്കേണ്ട ദുആകളിൽ ശ്രേഷ്ഠമായ ദുആ ഏതെന്നറിയോ? നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചോദിക്കണം എന്നാ പറഞ്ഞത്. ഒരാളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നത് ബാങ്ക് വിളിച്ചതിനും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയത്ത് ദുആയ്ക്ക് മറയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ തീർച്ചയായും അല്ലാഹു അത് സ്വീകരിക്കും, അതിന് മറയില്ല. ആ സമയത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ദുആ എന്താണ്? അല്ലാഹുവേ ആഫിയത്ത് നീ നൽകണേ, ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മൾ ആര് ദുആ ചെയ്യുന്നുണ്ട്? ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞ സമയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സമയങ്ങളെല്ലാം. സല്ലല്ലാഹു അൽ അഫ്വ വൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി, വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി നീ ചോദിക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബാങ്ക് വിളിച്ച് ഇഖാമത്തിനിടയിലുള്ള സമയത്ത് ദുആയ്ക്ക് ഇജാബത്താണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നിനക്ക് ചോദിക്കാൻ അർഹതയുള്ളത് നിന്റെ ശരീരത്തിന് മാരകമായ രോഗം നൽകല്ലേ അല്ലാ. എത്ര ചികിത്സിച്ചാലും മാറാത്ത വ്യാധി നൽകല്ലേ അല്ലാ. ഈ ദുആ നീ നിന്റെ ശരീരത്തിന് വേണ്ടി ചെയ്യണേ എന്ന് ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? എവിടെ ചെയ്യുന്നു? എത്രയോ ദുആകൾ നമ്മൾ മറന്നു പോകുന്നു, എത്രയോ ദുആകൾ മറന്നു പോകുന്നു. മക്കൾ ഇന്ന് പിഴച്ചു പോകുന്നു. ഒരുപാട് ചെറുപ്പക്കാർ കഞ്ചാവിന് അഡിക്റ്റാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരു വാളിന്, ഞാനിപ്പോ 3 മാസമായി വാൾ തുടങ്ങിയിട്ട് ഓരോ ദിവസം പരിപാടിയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ നേരം വയനാട്ടിലേക്ക് പോവാണ്. ഒരു സദസ്സിലും ഈ കിളവന്മാരല്ലാതെ ചെറുപ്പക്കാരെ കാണാനില്ല. ഒരു സദസ്സിലും ഇല്ല. ഞാൻ എല്ലാ സദസ്സിലും ഞാൻ ചോദിക്കും, ആളുകൾ കൂടും, ഇഷ്ടംപോലെ ഉണ്ട്. വടക്കോട്ടൊക്കെ നല്ല ആളുണ്ട്. ഇവിടെ ഇപ്പം ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി കാണും തോന്നുന്നു. ആളുകളൊന്നും ഇല്ല. കരുനാഗപ്പള്ളി അപേക്ഷിച്ചിടത്തോളം ഇങ്ങനെ അല്ലല്ലോ. ആളുകൾക്കൊന്നും വാളിനോടൊന്നും താല്പര്യമില്ല. ബീവേ ഈ വാളൊന്നും വെക്കണം. ഞാൻ എവിടെയോ പ്രസംഗിച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് ഇപ്പം ആരോ അതിനകത്ത് എടുത്തിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുറച്ച് കാഷ്ടം തിന്ന് ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവൻ്റെ വയറ്റിപ്പിഴപ്പാണ്. ഞാൻ ഈ യൂട്യൂബിലെ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, മരിക്കുന്നവരെ ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ വാള് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, ഷെയർ ചെയ്തിട്ട്, ലൈക്ക് അടിച്ചിട്ട്, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ പറയാറില്ല. ആ പൈസ ഞാൻ തിന്നാറുമില്ല. അതൊന്നും നമുക്ക് ഹലാലായ പൈസയല്ല. എൻ്റെ മസാലകളൊക്കെ നിങ്ങൾ പോയി ചോദിച്ചോളി, വാങ്ങുന്നവരടുത്ത് പോയി ചോദിച്ചോളി എൻ്റെ മസാല എന്താണെന്നുള്ളത്. എന്തായാലും നാളെ അള്ളാൻ്റെ അടുക്കൽ നമുക്ക് സമാനം പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ആളുകൾക്ക് വാളിനോട് കമ്പമില്ല. അവർക്ക് താല്പര്യം എന്താ? കളി, ചിരി. വലിയ ഒരു ഫുട്ബോൾ വെക്കി ആള് കൂടും. ഒരു ഗാനമേള വെക്കി ആള് കൂടും. ഒരു ഡാൻസ് വെക്കി ആള് കൂടും. ഏത് ഗുദാമിൽ കൊണ്ടുവച്ചോ, ഏത് ഗുദാമിൽ നിങ്ങൾ കൊണ്ടുപോയി, കാലുകുത്താൻ അവിടെ സ്ഥലം കാണൂല. കാലുകുത്താൻ സ്ഥലം കാണൂല. ഇവിടെ ഇപ്പൊ ഒരു ഗാനമേള ആയിരുന്നു, ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവോ? ഞാൻ വെറുതെ പറയാം. ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ ഇവിടെ വരുന്ന ഉദ്ഘാടനത്തിന് കാലുകുത്താൻ സ്ഥലം കാണുവോ? ഇവിടെ റോഡിൽ വണ്ടിയിടാൻ സ്ഥലം കാണുവോ? ചിന്തിച്ചു നോക്കി. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നബി തങ്ങൾ പറഞ്ഞത് സംഭവിക്കണ്ടേ, അത് സംഭവിക്കാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, ലാ തദ്ഹബിൽ അയ്യാമു വല്ലയാലി കമാ ഹത്താ യഖ്ലുഖൽ ഖുർആൻ في صدور أقوام من هذه الأمة كما تخلق الثياب ويكون ما سواه أعجب لهم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാത്രിയും പകലും നശിക്കുകയില്ല,
രാത്രിയും പകലും തകരുകയില്ല, അതായത് ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യഖ്ലുഖൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഴകിച്ച് ദ്രവിച്ച് തുരുമ്പ് പിടിക്കുന്നത് വരെ. ഫീ സുദൂരി അഖ്വാമിൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധമായ ഖുർആൻ കമാ തഖ്ലുഖു സിയാബു, പഴഞ്ചൻ വസ്ത്രം പഴകി നശിച്ച് ദ്രവിച്ചു പോകുന്നത് പോലെ ഈ ഖുർആൻ തന്റെ സമുദായത്തിന്റെ ഖൽബിന്റെ ഉള്ളിൽ ദ്രവിച്ചു പോകുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ സമുദായം, എന്റെ സമുദായത്തിന് ഖുർആനിനോട് ഒരിഷ്ടം ഉണ്ടാവൂല, ഖുർആനോട് ഇഷ്ടം ഉണ്ടാവൂല. അങ്ങനെ ഒരു കാലം വരും. ഇഷ്ടം ഇതിനോടായിരിക്കും. വയകൂനു മാ സിവാഹു അഅജബ ലഹും, ഖുർആനല്ലാത്ത ഭൗതികമായ രസാനുഭൂതികളോടാണ് എന്റെ സമുദായത്തിന് ആഗ്രഹമുണ്ടാവുക. അങ്ങനെ ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുവോ നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, നഅം വ അശദ്ദ മിൻഹു, അതിനേക്കാൾ കടുപ്പമേറിയ കാലം വരും സ്വഹാബാ. ഇപ്പൊ ഈ വാദിന്റെ സദസ്സിൽ ആളില്ലാത്തൊന്നും വലിയ കാര്യമില്ല. ഇനി ആള് വാദിന്റെ സദസ്സിൽ കൂടുന്ന ഒരു കാലം ഉണ്ടാവും. അത് നബി പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ വാള് കേൾക്കാനല്ല അവർ വരുന്നത്, അവര് വരും ഭയങ്കര ആളായിരിക്കും. ഇദാ കതുറ ഖുതബാഉ മനാബിരികും ഐ വതുതവലുൽ മനാബിർ വതുക്സറു സുഫൂഫ്, ധാരാളം പ്രഭാഷണങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും സഫുകളായിട്ട് കൂട്ടമായി ജനങ്ങൾ ഒഴുകുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമായി നിങ്ങൾ കരുതണേ. കാരണം വഖുലൂബുഹും മുതബാഗിളാ വഅൽസിനതുഹും മുഖ്തലിഫാ, ആ വാള് കേൾക്കാൻ വരുന്നവരുടെ കൽബുകളെല്ലാം ക്രോധം കൊണ്ടും കോപം കൊണ്ടും നിറഞ്ഞു തുളുമ്പിയതായിരിക്കും സ്വഹാബത്തെ. അവർ വാള് കഴിഞ്ഞങ്ങോട്ടിറങ്ങിയാൽ വഅൽസിനതുഹും മുഖ്തലിഫാ, അവരുടെ നാവുകളുടെ ചർച്ച വിഭിന്നമായ ചർച്ചകളായിരിക്കും കേട്ടോ. ശരിയല്ലേ? ഇത് നാവ് കൊണ്ട് ചർച്ച ചെയ്യണ്ട. കമന്റ് അടിക്കുന്നത് എന്താ? ഈ വാളിന്റെ താഴോട്ടാണ്. ഇപ്പൊ ഈ വാളിന്റെ സൈറ്റ് എടുത്ത് വെച്ചിട്ട് എന്നെ അടിയിലോട്ട് നോക്ക്. ഇപ്പൊ നമുക്കെതിരെ ബോംബ് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തർ. ആലിമ്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ താഴെ ഇങ്ങനെ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും. ആളുകൾ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് ഞാനിങ്ങനെ പറഞ്ഞാണ് ആരോ കമന്റ് വിട്ടു, മൊയ്ലിയാരെ ഇപ്പൊ ഒന്നും വാളിനൊന്നും ആളൊന്നും കൂട്ടില്ല, നിങ്ങളൊക്കെ കള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ കള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. ആ പറഞ്ഞവൻ ശൈത്താനായി. കാരണം ഞാൻ ഹദീസ് ഓതിയത് കള്ളത്തരം എന്ന് പറഞ്ഞവൻ ഏറ്റവും വലിയ കള്ളനായി. ഹദീസ് ഓതിയിട്ട് പറഞ്ഞത് ഇത് കള്ളവാണെന്ന് പറഞ്ഞവൻ ആരായി? ഏറ്റവും വലിയ കള്ളനായി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ യാഥാർത്ഥ്യം. ഒരുപാട് ആളുകൾ കൂടിയൊരു സമയമില്ലായിരുന്നു വേദന. എന്തായിരുന്നു സംഭവം? ഇവ വടക്കുമില്ല, ഇപ്പൊ തെക്കുമില്ല, പടിഞ്ഞാറുമില്ല, കിഴക്കുമില്ല, എല്ലാം ഇങ്ങനെ തന്നെയുള്ളൂ. പിന്നെ പണ്ട് പോലെ എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, അത് ഇങ്ങനെ തന്നെയാണ്. പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആ കസ്റ്റമർ ഇപ്പോഴും കാണും, മരണം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഈ വലിയ ആളിന്റെ മുന്നിൽ കിടന്ന് അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുന്ന ശൈലിയൊന്നും അബൂബക്കറിനെ വിളിച്ചെടുത്തോളം ഇല്ല. 10 പേര് മതി, 10 പേര്. തിൽക്കാശറത്തും കാമില. ഇൽമു കേൾക്കാൻ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുക, ഭക്ഷണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അല്ല ഇവിടെ മൊത്തം അടിച്ച് തിരിഞ്ഞ് ഗ്രൗണ്ടൊക്കെ നിറച്ച് പടക്കം പൊടിച്ചിട്ട്. ഇത് ബാല് കേൾക്കാനല്ല. ഈ ഉമ്മത്ത് നന്നാവില്ല. ആര് നന്നായി പറ ഹബീബേ? ആര് നന്നായി? എന്തായിരുന്നു ബാല്? 10,000 പേരുടെ മുന്നിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ. 10,000 കണക്കിന് 8,500 കസേര സംഘാടകർ എടുത്ത ചരിത്രമുണ്ട്. എനിക്ക് മാത്രമല്ല
ഇവിടുത്തെ ഓരോ പ്രാസംഗികമാർക്ക് 30,000 കസേര അവരെടുത്ത് ഫുൾ ആളുണ്ടായിരുന്നു. ഈ വാത് കെട്ടി ഉമ്മത്ത് അന്നായിരുന്നെങ്കിൽ കേരളം ഇപ്പൊ എന്തായാലും മക്കയായാലും, കേരളം മക്ക മദീനയായി മാറിയത്. ഇത്രയും പേര് വല്ല നന്നായി വല്ല മാറ്റം ഉണ്ടോ? ഏറ്റവും കൂടുതൽ ഇപ്പൊ കഞ്ചാവ് കച്ചവടക്കാണ് നമ്മുടെ കൗണ്ട്. ഈ അടുത്ത സമയത്ത് ഇന്നലെ പിടിച്ചാരാ? ഇത്രയും ദാടിയുള്ള ഒരു കളവൻ, തൊപ്പിയും വെച്ചിട്ട് ഇത്രയും ദാടിയുണ്ട്, തൊട്ടടുത്ത് ശിഷ്യൻ തൊപ്പിയുണ്ട് ദാടിയുണ്ട്, ഷേഖും മുരീദും കൂടി 12 കിലോ കഞ്ചാവ് കടത്തുമായിരുന്നു പൊക്കി. ഇത്രയും ദാടിയുണ്ട്. പത്രത്തിൽ കണ്ടാരല്ലോ? കണ്ടെന്ന് നിങ്ങളെ ആരെങ്കിലും ഒരാൾ പറയുമ്പോഴേ എനിക്ക് മനസ്സമാധാനം, അല്ലെങ്കിൽ ഞാൻ ഇത് തള്ളിയിട്ട് പോയെന്ന് പറയും. ഇപ്പൊ തള്ളാൻ പറ്റൂലല്ലോ, ഈ സാമാനം ഇരിക്കല്ലേ. ഈ സാമാനം ഇരിക്കുമ്പം സത്യാവസ്ഥ മുസ്ലിയാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ചോദ്യം ഉണ്ടാവുമല്ലോ, ഇത് എവിടെ നിന്ന് അയാൾ ഈ പറയുന്നത്, അല്ലെങ്കിൽ എവിടെ ഉണ്ട്, ചുമ്മാ തള്ളാതെ മൊയിലാരെന്ന് പറയും, അതും പറയും. അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാനതുകൊണ്ട് ധൈര്യമായിട്ട് പറയും. എൻ്റെ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അബൂബക്കറിനോട് ചോദിക്കുക. അത് വേറെ മൊയിലാരോടും കമന്റ് ഒന്നും അടിച്ചിട്ട് കാര്യമില്ല. നേരെ ഇങ്ങോട്ട് ചോദിച്ചോളൂ. ഞാൻ പോകുന്നതിനുള്ളിൽ എന്നോട് ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്, അല്ലെ മരിക്കുന്നതിനുള്ളിൽ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ പ്രസംഗിച്ചാണെങ്കിൽ അതിന് ഞാൻ മറുപടി തരാം. അല്ല വേറെ ആരെങ്കിലും പ്രസംഗിക്കുന്നതിനൊന്നും എനിക്ക് മറുപടി തരാനുള്ള അവകാശമില്ല. അത് അവരോട് പോയി ചോദിക്കുക, എന്റെ കാര്യം എന്നോട് ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് വഅദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ നാടെന്ന് പറഞ്ഞാൽ താച്ചമുക്ക, ഈ പരിസരം എല്ലാം മുസ്ലിങ്ങളാണ് അല്ലേ? ഈ പരിസരങ്ങളെല്ലാം മുസ്ലിങ്ങളാണ്. ഇവിടെ എല്ലാ മുസ്ലിം സഹോദരങ്ങളാണ്. അവര് വന്നാല് ഈ പരിസരത്ത് ഇതുപോലെ ഇനി ഇതിന്റെ മുകളിലും കൂടെ വേണം കസേര. അതിലെ ഒരു 10% വന്നാൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇവിടെ ഉള്ളവരായിരിക്കുമല്ലോ, എനിക്ക് ഇച്ചിരി ദൂരത്തൊക്കെ വന്നവരായിരിക്കും എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ത്യാഗം സഹിച്ചു വരാൻ ഓടി വന്ന് എന്തിനാ അവിടെയൊക്കെ ഈ ആകെ ജുമാക്ക് മാത്രം ഒന്ന് പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുണ്ട്. അതിനെല്ലാം കഴിഞ്ഞിട്ട് ഓടി വരുന്ന ഉസ്താദെ 9 മണിക്കാന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിച്ചാൽ ഓടി വരും. അവിടെ 9 മണിക്ക് വന്നപ്പം മലക്കും ചിന്നും ഇരിപ്പുണ്ട്. അവരൊക്കെ ഞാൻ സലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിയിൽ പോയിട്ട് സ്കെച്ചിട്ട് വന്നു. പിന്നെ ഇൻസ് വന്നു. ആദ്യം മലക്കും ചിന്നും ഇരുന്നാണ്. നിങ്ങൾക്കൊക്കെ അവരെ കാണാൻ പറ്റുമോ? നമ്മൾ കണ്ട് സലാം പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് വാഴ് കേൾക്കുന്നതിനോട് താല്പര്യമില്ല. ബീവേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസാലുൽ ഖൗമു അലാ ശരീഅത്തിൻ ഹസനത്തിൻ മാ ലം തൽഹർ ഫീഹിം സലാത്ത്. എന്റെ സമുദായം പരിശുദ്ധമായ ശരീഅത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം അൽഹംദുലില്ലാഹ് ലോകമസ്തമിക്കില്ല കേട്ടോ. പക്ഷേ അവർ വഴുതി പോകുന്നത് എപ്പോഴാണെന്നറിയുവോ? 3 കാര്യങ്ങൾ വെളിപ്പെട്ടാൽ എന്റെ സമുദായം ശരീഅത്തിൽ നിന്ന് തെറിച്ചു പോകും കേട്ടോ. ഞങ്ങൾ പറഞ്ഞാണ്, മുസ്ലിം സമുദായം ശരീഅത്തിൽ നിന്ന് മാറിപ്പോയാൽ പോയി തൊലഞ്ഞു, തകർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാരണങ്ങളാണ് പറഞ്ഞത്. അതിലൊന്നാമത്തെ കാരണം മാലം തൽഹർ ഫീഹി അൽ ഇൽമു. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഇൽമു എന്ന് നിന്നു പോകുന്നുവോ അതോടെ എന്റെ സമുദായം ദീനിൽ നിന്ന് വഴുതി പോകുമത്രേ. സമുദായം പഴിച്ചു പോകുന്നു. 3 കാര്യം നബി തങ്ങൾ പറഞ്ഞു. 3 കാര്യം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് എന്റെ സമുദായം പിഴയ്ക്കൂല. ഇത് വെളിപ്പെട്ടാൽ എന്റെ സമുദായം പിഴച്ചു എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ നിന്ന് പോകുന്നു, കുത്തൊഴുക്കായിരിക്കും, ശരീഅത്തിൽ നിന്ന് പോകും. 12 വർഷം ആലിമായി ഡിഗ്രി എടുത്തവൻ ഇന്ന് നിരീശ്വരവാദിക്ക് വേണ്ടി പ്രസംഗിക്കുകയാ. ഖുർആനും ഹദീസും വെച്ചവൻ കളിക്കുകയാണ്. വേറെ കുറെ പെണ്ണുങ്ങളെ വിവരമില്ലാത്ത കുറെ എണ്ണം ഖുർആനും ഹദീസും വെച്ച് അവരും കളിക്കുകയാ. എത്രയെത്ര കുബുദ്ധിജീവികളാണ് ഖുർആനും ഹദീസും വെച്ച് കളിക്കുന്നത്. അവരൊക്കെ കളിക്കാൻ എന്താ അവകാശം? ഖുർആന്റെ അർത്ഥം എന്തെന്ന് അവർക്കറിയോ? ഖുർആൻ പറഞ്ഞാൽ എന്തെന്നറിയോ? ഇവരൊക്കെയാണ് പറയുന്നത്. അബൂബക്കറിന് മറുപടി ഖുർആൻ ഓതിയതിനും ഹദീസ് ഓതിയതിനും ഒക്കെ ഈ ആയുധം വന്നാൽ കഴിവാത്തവളും മൂത്രമൊഴിച്ചാൽ കഴിവാത്തവളും ഇവളൊക്കെ വന്നിട്ടാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വരുന്നത്. ഏതോ മദ്രസയിലൊക്കെ പോയപ്പോൾ ഏതോ ഉസ്താദ് കയറി പിടിച്ച അവള് വല്ല ചുമ്മാ ആർക്കണക്കെ കൊടുക്കാൻ പോയി കാണും. അതിനിപ്പോ ഉസ്താദന്മാരെ പിടിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഇങ്ങനെ ആലിമികളെ വെച്ച് നബിതങ്ങളെ വെച്ച് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന വാക്ക് കേട്ടാലേ അതൊക്കെ പുഴുത്തി ചത്തുപോട്ടെ, ഇതൊക്കെ പുഴുത്ത് നാറി ചാവണം. അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ചവളുമാര് ഈ ദുനിയാവിൽ റാഹത്തായിട്ട് പോയിട്ടില്ല.
റാഹത്തായിട്ട് പോയിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാനിന്ന് ജുമാക്ക് പ്രസംഗിച്ചാണ്, ഞാനത് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു അമുസ്ലിമായ വ്യക്തി ഉണ്ടായിരുന്നു. ഉഖബത്ത് ബിൻ മുഈത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ചിട്ട് ധാരാളം ആളുകൾക്ക് കൊടുക്കും. ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കും അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അന്നഹു സ്വനഅ തആമൻ ഫദഅ അന്നാസ വദഅ റസൂലല്ലാഹ്, ജനങ്ങളെ ക്ഷണിച്ചു, ഹബീബായ തങ്ങളെ ക്ഷണിച്ചു. ജനങ്ങളെയും ക്ഷണിച്ചു, നബിതങ്ങളെയും ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അത്രയ്ക്കും വലിയ ബന്ധമുള്ള വ്യക്തിയാണ്. ഹബീബായ തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഫലമ്മാ ഖുദ്ദിമ ഇലൈഹി തആമു فقال رسول الله صلى الله عليه وسلم ما أنا بآكل حتى تشهد أن لا إله إلا الله وأني رسول الله. ഞാൻ നിന്റെ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്നും ഞാൻ അവന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിച്ചാലല്ലാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നബി തങ്ങൾ വാശി പിടിച്ചു. അപ്പോൾ ഫശഹിദ, അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി, മുസ്ലിമായി. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ബദ്ധവൈരിയായ ഏറ്റവും വലിയ ശത്രുവായ ഉബയ്യ് ഇബ്നു ഖലഫ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധിയാണ്. ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂട്ടുകാരനാണ് ഈ ഉഖബത്ത് ഇബ്നു മുഈത്ത് എന്ന് പറയുന്ന വ്യക്തി. ആരോ പോയി ഉബയ്യ് ഇബ്നു ഖലഫിനോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിതാ മതം മാറി ഇസ്ലാമിലേക്ക് പോയിരിക്കുകയാണ്. ഫലമ്മാ ഉഖ്ബിറ ബിദാലിക, അദ്ദേഹത്തിന് ഇതിന്റെ വാർത്ത ലഭിച്ചപ്പോ അദ്ദേഹം തന്റെ സുഹൃത്തായ ഉഖബത്തിനെ വിളിച്ചിട്ട് പറയുകയാ, യാ ഉഖബ സബത, ഏ ഉഖബത്തെ നീ മതം മാറിയോ? ഉടനെ അദ്ദേഹം പറഞ്ഞില്ല, പിന്നെ നീ മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയവനല്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണത്തിന് വേണ്ടി, സദ്യക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ച കൂട്ടത്തിൽ മുഹമ്മദിനെ ക്ഷണിച്ചു. എല്ലാവരും ഒരുമിച്ചുകൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ മുഹമ്മദ് പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല എങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അതവർ നമ്മളെ ബന്ധത്തിന്റെ പേരിലാണ്, മഹബത്തിനെ നിർബന്ധിച്ചതല്ല. നമ്മളൊക്കെ ഓരോരുത്തരോട് ഇങ്ങനെ പറയാറില്ലേ, ഞാൻ വരാം, അങ്ങോട്ട് വരാം, പക്ഷെ നീ ഇന്നിവിടെ വരാം, നീ എന്നും വരാം എന്ന് കളിയാക്കിയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതേപോലെ ഒരു വക, അല്ല ആള് കെട്ടായത് പറഞ്ഞ ഒരു പക്ഷെ നിർബന്ധിച്ചുണ്ടോ ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ തിന്നുള്ളൂ, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയുന്നല്ലേ, നിങ്ങൾ പറഞ്ഞു നീ എന്നും പറയാം ഷഹാദത്ത് കലിമ ചൊല്ലാം വിശ്വസിക്കാന്നൊക്കെ പറഞ്ഞല്ലേ. അന്ന് ദീനിന്റെ പ്രബോധന രംഗത്ത് നബി നിൽക്കല്ലേ, ഓരോ വ്യക്തികളെയും പരിശുദ്ധ ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് ഏറ്റെടുത്തു. അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഫസ്തഹയൈതു അൻ യഖ്റുജ മിൻ ബൈ ആണ് മാ ഉഖബത്തേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ, തൃപ്തിപ്പെടണമെങ്കിൽ നീ മുഹമ്മദിന്റെ അരികിലേക്ക് പോയിട്ട് മുഹമ്മദിന്റെ മുഖത്ത് നീ കാർക്കിച്ചു തുപ്പണേ. എന്റെ തൃപ്തി നിനക്ക് വേണോ? ഇപ്പൊ ഓരോ മുസ്ലിങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അമ്പലത്തിലും പോവും, പൂജയും ചെയ്യും, തേങ്ങായും ഉടയ്ക്കും, അവിടെ പോയിട്ട് നിലവിളക്കം കത്തിക്കും, അവിടുന്ന് കിട്ടുന്നതും കോരി കുടിക്കും. കാരണം നിലനിൽക്കണ്ടേ. അപ്പൊ അതൊരു മതേതരവാദിയായി മാറി. അങ്ങനെയാണ് ഇപ്പൊ കൂടുതലും ഓരോ നേതാക്കന്മാര്
കർണാടകയിൽ ഒരു നേതാവുണ്ട്, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഉരുളും. മുസ്ലിമാണ്, പോയി ഉരുളും. ഒക്കെ എന്തിനു വേണ്ടിട്ടാ? കാഫിറായില്ലേ? ഇതൊക്കെ ഈ ഷിർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? 10 വോട്ടിന് വേണ്ടിയിട്ട്. ഈമാന്റെ അംശമുണ്ടോ? ഈമാനികപരമായിട്ടൊരു അംശമുണ്ടോ?